ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശ്രീ രാഹുൽ ഈശ്വർ, ഈ ഹൈക്കോടതി നറുക്കെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത്. അതിന് മുൻപുള്ള പ്രൊസീജിയർ, അതായത് ഇന്റർവ്യൂ ഘട്ടം, ഈ പറയുന്ന വിജിലൻസിന്റെ പരിശോധന, ഇതെല്ലാം ദേവസ്വം ബോർഡ് നേരിട്ടാണ്, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം നേരിട്ടാണ് നടത്തുന്നത്. അവിടെ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ എവിടെയാണ് ഹൈക്കോടതിക്ക് പിഴവുണ്ടായത്? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ വിജിലൻസിന്റെ ഘട്ടത്തിൽ തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം, അധികാരം ഉള്ളത്? വിജിലൻസ് അന്വേഷണവും വെരിഫിക്കേഷൻ ഘട്ടത്തിൽ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്റർവ്യൂവിന്റെ ഘട്ടത്തിലോ? ഇന്റർവ്യൂവിന്റെ ഘട്ടത്തിലല്ലല്ലോ സാർ പ്രശ്നം ഉണ്ടായത്, വിജിലൻസിന്റെ വെരിഫിക്കേഷൻ ഘട്ടത്തിലല്ലേ? അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിന്റെ ഘട്ടത്തിലൊക്കെ ടിക്കറ്റ് പോവുകയാണല്ലോ. ശ്രീ ടോമിന്റെ വാർത്ത ശ്രദ്ധിക്കണമെന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യ ഘട്ടത്തിൽ തന്ത്രിക്ക് എന്താ മെക്കാനിസം? തന്ത്രിക്ക് ഒരു വിജിലൻസോ ഇന്റലിജൻസോ പോലീസോ ഈ മെക്കാനിസം ഒന്നും തന്ത്രിക്കില്ല. തന്ത്രിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇയാൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ശരിയല്ലാത്തതായിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ? തന്ത്രിക്ക് എന്താ അറിയാനുള്ള മെക്കാനിസം? തന്ത്രി മാത്രമല്ല, മറ്റൊരു തന്ത്രി ആളുണ്ട്. അവർക്ക് എങ്ങനെ ഇതിൽ പ്രധാനമായി ശ്രീ രാഹുൽ സൂചിപ്പിച്ചത് പ്രധാനമായും വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിനാണ്, ദേവസ്വം വിജിലൻസിനാണ്, വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർക്കാണ്. അതോടൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിലെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും കമ്മീഷണർമാർക്കടക്കം, അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കടക്കം, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അടക്കം ഈ തട്ടിപ്പില്, ഈ ക്രമക്കേടില്, ഈ തിരിമറിയിൽ കൂട്ടുനിന്നിട്ടുണ്ട്. അതാണ് വസ്തുത. പിന്നെ അതിനപ്പുറം മറ്റ് പൂജാകർമ്മങ്ങൾ ഒരു ശ്രദ്ധക്കുറവുണ്ടായോ? അതാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശ്രീ ശ്യാം പ്രസാദ് സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. ശരി, ഹരിദാസ്, ശ്രീ ടോമിന്റെ വാർത്തയിൽ രാഹുൽ ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ പൂജാകർമ്മങ്ങളെ കുറിച്ച് പരിജ്ഞാനമില്ലെന്ന് നമ്മൾ എവിടെയും സ്ഥാപിക്കുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ക്രമക്കേട് നടത്തി ഇവിടെ പല തിരിമറികളും വ്യാജരേഖയും ചമച്ചു എന്ന് മാത്രമാണ് നമ്മുടെ ഈ വാർത്തയിൽ. ദേവസ്വം ബോർഡല്ല അന്വേഷിക്കേണ്ടത്, പോലീസും അല്ലേ അന്വേഷിക്കേണ്ടത്. തന്ത്രിയെ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ഒരു ദേവസ്വം കമ്മീഷണർ അവിടെ അധികാരമേറ്റു കഴിഞ്ഞാൽ അതിലെ നമ്മുടെ തന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്വം എന്ന് താങ്കൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം. അതിന് തന്ത്രിക്ക് എന്താണ്? പക്ഷേ നേരെ നിയമനം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു വ്യക്തിയുടെ നിയമനത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരൂഹതകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അതിൽ എന്ത് പങ്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ തന്ത്രിക്ക് എന്ത് പങ്കാണെന്ന് താങ്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വകവെച്ച് തരാൻ സാധിക്കില്ല രാഹുൽ. ഒരു മേൽശാന്തിയുടെ പരിപൂർണ നിയന്ത്രണം തന്ത്രിയുടെയാണ്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത് കണ്ടെത്താൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, കാരണം മറ്റ് ക്ഷേത്രങ്ങളിൽ